ശബരിമല തീർത്ഥാടന കാലത്തെ പടിപൂജയ്ക്ക് ബുധനാഴ്ച സന്ധ്യയ്ക്ക് 7:30 തുടക്കമായി. വ്രതാനുഷ്ഠാനങ്ങളോടെ ഇരുമുടിക്കെട്ടേന്തി മാത്രം ദർശനത്തിനായി ഭക്തർ കയറുന്ന പവിത്രമായ 18 പടികളും പൂക്കളും പട്ടുവസ്ത്രങ്ങളും ദീപങ്ങളും അർപ്പിച്ചാണ് പടിപൂജ നടത്തിയത്. ദീപപ്രഭയിൽ ജ്വലിച്ച് പുഷ്പവൃഷ്ടിയാൽ സുഗന്ധം പരത്തി നിന്ന 18 പടികളുടെ അപൂർവ കാഴ്ച സന്നിധാനത്ത് ഭക്തർക്ക് സായുജ്യമേകി. ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രി കണ്ഠർ ബ്രഹ്മദത്തന്റെ കാർമ്മികത്വത്തിലും മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരിയുടെയും കീഴ്ശാന്തി കൃഷ്ണൻ പോറ്റിയുടെയും സഹകാർമ്മികത്വത്തിലുമാണ് 1 മണിക്കൂറോളം സമയം നീണ്ടുനിന്ന പടിപൂജ നടന്നത്. പൂജയുടെ തുടക്കത്തിൽ 18-ാം പടി കഴുകി വൃത്തിയാക്കി നടുക്കായി പട്ട് വിരിച്ചു. പട്ടിന്റെ ഇരുവശത്തും വലിയ ഹാരങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. 18 പടികളിലും ഇരുവശത്തും നിലവിളക്ക് കത്തിച്ച് നാളികേരവും പൂജാ സാധനങ്ങളും വച്ചു. പിന്നീട് ഓരോ പടികളിലും കുടികൊള്ളുന്ന മലദൈവങ്ങൾക്ക് പൂജ നടത്തി. ഓരോ പടിയിലും ദേവചൈതന്യം ആവാഹിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. ശബരിമല അടക്കമുള്ള 18 മലകളെയാണ് പടികൾ പ്രതിനിധാനം ചെയ്യുന്നതെന്നും സങ്കല്പമുണ്ട്. ബുധനാഴ്ച വൈകിട്ട് നട തുറന്നപ്പോൾ ദർശനം നടത്തിയ 1000-ലധികം ഭക്തജനങ്ങൾക്ക് അപൂർവമായ പടിപൂജ കാണാനും ഭാഗ്യമുണ്ടായി. ഭക്തർക്ക് ശബരിമലയിൽ നടത്താൻ കഴിയുന്ന ഏറ്റവും ചിലവേറിയ വഴിപാടാണ് പടിപൂജ. ഇന്നറിയാൻ ന്യൂസ് കേരള, ശബരിമല. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്.